നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ പറഞ്ഞ നീ അനുസരിക്കുന്നുണ്ടോ? അനുസരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എടുക്കാനുള്ളതെല്ലാം എടുത്തിറങ്ങ. ഗൗതം, എന്തിനാ ഇങ്ങനെയൊക്കെ? ഞാൻ വീടിന് പുറത്തുണ്ടാവും. എടുക്കാനുള്ളതെല്ലാം എടുത്തോണ്ട് വേഗം വാ. എന്തോ ഈ കാണിക്കുന്നത്? എങ്ങോട്ടാ ഈ ഇറങ്ങി പോകുന്നത്? എന്താ ചെയ്യുന്നെന്ന് അമ്മയ്ക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ ഈ വീട് വിട്ട് എന്നേക്കുമായിട്ട് ഇറങ്ങിപ്പോന്നു. ഈ വീട്ടിൽ ജീവിക്കാനുള്ള യോഗ്യതയില്ലാത്തവനാ ഞാൻ. അർഹതയില്ലാത്ത സ്ഥലത്ത് കടിച്ചു തൂങ്ങാൻ ഇനിയും വയ്യ. ഞാൻ ഇറങ്ങാം. നീ എന്തിനാ ഇപ്പൊ ഇറങ്ങി പോകുന്നത്? നിന്റെ യോഗ്യത തീരുമാനിക്കുന്നത് അവനാണോ? എടുത്തു ചാടി ഒന്നും കാണിക്കില്ല ഗൗതം. ഒരല്പം സമാധാനപ്പെട്. ഇനി എന്ത് സമാധാനപ്പെടാനാ? നടന്നതൊക്കെ നീയും കണ്ടതല്ലേ. ഇനി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാ അത് ആത്മാഭിമാനമുള്ളവർക്ക് ചേർന്ന പണിയല്ല. നീ വേഗം ഇറങ്ങി വരാൻ നോക്ക്. എന്തിനു മോനെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കില്ല നീ. നോക്ക്, പ്രണവ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതി അതിന്റെ ദേഷ്യം നീ എന്നോടാണോ കാണിക്കേണ്ടത്? എടാ, അവനൊരു വിവരം കെട്ടവനാടാ. കൊച്ചു ചെറുക്കന, അവനൊന്നും അറിയില്ല. അവൻ കൊച്ചു ചെറുക്കനായിരിക്കും. അത് അമ്മയുടെ മനസ്സിലും എന്റെ മനസ്സിലുമൊക്കെ. പക്ഷെ അവന്റെ വാക്കുകൾക്ക് വല്ലാത്ത പക്വതയും മൂർച്ചയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൗതം, ഒന്നും പ്രണവായിട്ട് പറയുന്നതല്ല. അവന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും കാണില്ല. അതിന് വേറെ പല കാരണങ്ങളും ഉണ്ട്. കാരണങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും പറഞ്ഞതിനൊരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് സത്യവും. ഞാൻ ഈ വീട്ടിലെ ആരുമല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ പറഞ്ഞതില് ഒരു വലിയ യാഥാർത്ഥ്യമില്ലേ? ഞാൻ ആരാ? ആരോ പെറ്റ് എവിടെയോ കളഞ്ഞിട്ട് പോയവരുത്തൻ. ഈശ്വരമംഗലം എന്ന ലേബലും നെറ്റിയിൽ ഒട്ടിച്ച് അതിന്റെ പേരിൽ അഹങ്കരിച്ച് നടക്കുന്നു. ഈശ്വരമംഗലം വീട്ടിൽ കയറി മൂത്ത മകനാണെന്നും പറഞ്ഞ് താമസിക്കുന്നു. തെറ്റാണ്, വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. നീ ഈ വീട്ടിലെ ആരും അല്ലാത്തവനല്ല മോനെ. നീ എന്റെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. നിന്നെ ഞാൻ എന്റെ നെഞ്ചിലാ വളർത്തിയത്. നീ ഈ വീട് വിട്ടിറങ്ങിയ എന്റെ ജീവൻ, എന്റെ ശരീരം വിട്ടു പോവും. നീ എങ്ങും പോവില്ല, വീടില്ല ഞാൻ. മോനെ പോവല്ലടാ. ഈ അമ്മയെ കൊന്നുകളയല്ലടാ നീ. എനിക്ക് പോണമേ, എനിക്ക് പോയേ പറ്റൂ. ഇല്ല, ഒരിക്കൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയതാ. എല്ലാവരും ഇതുപോലെ കരഞ്ഞു കാണിച്ചപ്പോ ഈ വീടിനൊരാപത്ത് വരുന്നെന്ന് കണ്ടപ്പോ തിരികെ വരേണ്ടി വന്നു. തെറ്റായിപ്പോയത് പാടില്ലായിരുന്നു. അബദ്ധമാണ് ഞാൻ കാണിച്ചത്. എന്റെ മുമ്പിൽ വന്ന് തിരിച്ചു വരണമെന്ന് യാചിച്ചവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പോണം, പോയേ പറ്റൂ. എതി, നീ വരുന്നുണ്ടി വാ. ഇതിപ്പോ ശിവാനി ഒരുക്കിയ ചതിക്കുഴിയിലേക്ക് ഗൗതം ചെന്ന് കൃത്യമായി വീണ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് മനസ്സിലാക്കുക ഗൗതം. നിനക്ക് ഈ അമ്മയോട് ഒരു സ്നേഹമില്ലടാ മോനെ. എന്നെ വിട്ടിട്ട് പോകാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഞാൻ പ്രണവിന് കൊടുത്തതും സ്നേഹം തന്നെയല്ല അമ്മേ. കുട്ടിക്കാലം മുതലേ അവനെ കൊണ്ടു നടന്ന് വളർത്തിയത് ഞാനല്ലേ. സ്കൂളിൽ കൊണ്ടുപോകുന്നിടം മുതൽ അവനെ അങ്ങ് വിദേശത്ത് വിട്ട് പഠിപ്പിച്ചത് വരെ ആരാ? ഈ ഞാനല്ലേ. ഇപ്പോഴോ അത്രയും സ്നേഹിച്ച എന്നെ അവൻ അപമാനിച്ചത് അമ്മയും കേട്ടതല്ലേ. നിനക്കറിയാം എന്നെ. നീ അറിയാത്തതായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവനെന്തെങ്കിലും ദോഷം വരുന്ന കാര്യം ഞാൻ ഇന്നുവരെ ആലോചിക്കുക പോലും ചെയ്തിട്ടുണ്ടോ? എനിക്കും നിനക്കും മാത്രമായി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നോക്കമ്മേ, ഒരു മനുഷ്യന് ഏറ്റവും വലുത് ആത്മാഭിമാനമാണ്. അത് നഷ്ടപ്പെട്ട് ജീവിക്കാനാവില്ല. എനിക്ക് പോയേ പറ്റൂ. ഞാൻ പോവും. വേണ്ട മോനെ, അമ്മ പറയുന്നൊന്ന് കേൾക്ക്. ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് മോളെ. നീയൊന്ന് പറയവനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക്. നീ പറഞ്ഞ ഇവൻ കേൾക്കും. നീ എന്താടിയൊന്നും മിണ്ടാതെ നിൽക്കുന്നേ?
പറഞ്ഞിട്ട് അമ്മ ഞാൻ ഗൗതമിനെ തടഞ്ഞു നിർത്തേണ്ടത്? ഈ മനുഷ്യനെ ഒരു നിസ്സാര കാര്യം പറഞ്ഞിട്ടല്ല അപമാനിച്ചത്. അത് അമ്മയും കേട്ടതല്ലേ? എന്റെ ഗൗതം അനാഥനായിരിക്കാം, എവിടെയോ അനാഥാലയത്തിൽ പിറന്ന് വളർന്നവനായിരിക്കാം. പക്ഷെ കുറച്ചു കാലമെങ്കിലും കൂടെ ജീവിച്ച പെണ്ണെന്ന നിലയിൽ ഞാൻ പറയാം, ഒരാളുടെ 1 രൂപ പോലും മോഷ്ടിക്കുന്ന ആളല്ല ഗൗതം. ശത്രുവിനെ പോലും ആപത്ത് വരണമെന്ന് ചിന്തിക്കുന്നവനുമല്ല. അത് അമ്മയ്ക്കും അറിയാവുന്നതല്ല. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റി തന്നുകൊണ്ടിരുന്ന ആളല്ലേ ഗൗതം. എന്നിട്ട് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി നിങ്ങളുടെ ജന്മമേ ശരിയല്ലെന്ന് വിളിച്ചു പറഞ്ഞ പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റും? എന്ത് പറഞ്ഞ ഞാൻ ഈ മനുഷ്യനോട് പോകണ്ടെന്ന് പറയേണ്ടത്? അമ്മ കരയരുത്. എന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനുള്ള അവസാന അവസരമാണിത്. ഞാൻ അമ്മയുടെ മുന്നിൽ തൊഴുതി യാചിക്കുക. ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കണം. എനിക്ക് പോണം. ഇത് വാ. ശരി, നീ ഇറങ്ങി പൊയ്ക്കോടാ, പൊയ്ക്കോ. ദേ, ഒരു കാര്യം ഉറപ്പാ, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. ഒന്നുകിൽ ഈ രാത്രി തന്നെ ഞാൻ എന്റെ ജീവൻ വെടിയും. എന്താ അമ്മ ഇങ്ങനൊന്നും പറയല്ലേ? ഇവനില്ലാത്ത ഈ വീട്ടിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനും പോയി പെട്ട് പാക്ക് ചെയ്തോണ്ട് വരാം. എന്നെ കൂടെ കൊണ്ടുപോകും നിന്റെ കൂടെ. അമ്മയെ കൂട്ടണമെന്ന് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്യില്ല അമ്മേ. കാരണം അമ്മയുടെ മക്കൾക്ക് സ്വന്തം. ആ സ്വത്തുകൂടി ഞാൻ അപഹരിച്ചുകൊണ്ട് പോയെന്നുള്ള കുത്തുവാക്ക് കേൾക്കാൻ എനിക്ക് വയ്യ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും നിങ്ങൾ രണ്ടും ഇറങ്ങുമല്ലേ, എന്നെ ആ കാറി കയറ്റി നിങ്ങൾ എവിടെയെങ്കിലും ഇറക്കി വിട്ടേക്ക്. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഞാൻ നിന്റെ പെറ്റമ്മയല്ലായിരിക്കാം, പക്ഷെ ഞാൻ എന്റെ 2 മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നിന്നെയല്ലേടാ. നീയല്ല എന്റെ ജീവൻ. നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് എന്തിനാടാ? ദൈവം എനിക്ക് തന്ന വരമായിട്ടാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഇറങ്ങിപ്പോയാ നീ നാളെ തന്നെ തിരികെ വരേണ്ടി വരും എന്റെ ശവം കാണാൻ.